എമ്പുരാൻ അഴുക്കപ്പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴുക്കപ്പടം. എന്താണ് ഈ ചെയ്തു വച്ചിരിക്കുന്നത്? പൃഥ്വിരാജിന് എന്ത് പറ്റി ഒന്നും മനസ്സിലാവുന്നില്ല. ഈ മനുഷ്യനൊക്കെ ഇങ്ങനെയൊക്കെ ഒരു പടം എടുക്കാൻ പറ്റുമോ? ചിന്തിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു രീതിയിലൊക്കെ ഒരു പടം എടുത്ത് കുളമാക്കുക എന്നൊക്കെ അത് ഇത്രയും കോടികൾ മുടക്കി ചിന്തിക്കാൻ പറ്റുന്നില്ല. ആ ഒരു രീതിയിലാണ് ചെയ്തു വച്ചിരിക്കുന്നത്. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്കെങ്കിലും ഒരു സമാധാനം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എമ്പുരാൻ സിനിമ കണ്ട് വന്ന് ഞാൻ ആദ്യം ഒരു റിവ്യൂ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ ഇത് ഓക്കെ നല്ലൊരു സിനിമ അല്ലെങ്കിൽ ഒരു മോശം സിനിമ എന്ന രീതിയിൽ കയറി കത്തും എന്ന രീതിയിലൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് സംഭവം റൂട്ട് മാറി വേറെ വഴിയൊക്കെ പോകുന്നു. ഞാൻ ഫസ്റ്റ് റിവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് 3 പാർട്ടികൾ കൊട്ടുന്നുണ്ട്. പക്ഷേ കൊട്ട് കിട്ടിയപ്പോഴത്തേക്കും ഒരു പാർട്ടി അതങ്ങ് ഏറ്റെടുത്തു. അല്ല, അതിപ്പം അവരെ കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ മുരളി ഗോപി എന്ന് പറയുന്ന എഴുത്തുകാരൻ അത് ഭയങ്കര ക്ലിയറായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. അപ്പം അതിലൊരു ഏകപക്ഷീയമായിട്ടൊരു എഴുത്താണോ അവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അത് തികച്ചൊരു സംശയം മാത്രമല്ല. അത് മനഃപൂർവ്വം മറന്നുപോയതാണോ അല്ലെങ്കിൽ അറിയാതെ സംഭവിച്ചതാണോ എന്ന് ചോദിച്ചാലും അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ അവിടെ ആ ഒരു ക്യാരക്ടറിന് ആ ഒരു രീതിയിൽ ചിലപ്പം കുറച്ച് സ്പോയിലർ വരാൻ ചാൻസ് ഉണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, സ്പോയിലർ എങ്ങനെയെങ്കിലും കയറി വരികയാണെങ്കിൽ ഞാനത് വീഡിയോയിൽ എഴുതി കാണിക്കുകയോ അല്ലെങ്കിൽ ഞാൻ പറയുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ചിലപ്പോൾ കയറി വരാൻ ചാൻസ് ഉണ്ട് പറഞ്ഞു വരുമ്പോഴത്തേക്ക് അബദ്ധത്തിൻ്റെ. അപ്പോൾ സിനിമ കണ്ടവരാണെങ്കിൽ കാണുക, അല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ലടേ, കണ്ടോ, പ്രശ്നമൊന്നുമില്ല. സിനിമയുടെ തുടക്കത്തിൽ, അതായത് ഈ പേരൊക്കെ എഴുതി കാണിക്കുന്ന സമയത്ത് ഒരു ട്രെയിനൊക്കെ പോകുന്ന പരിപാടിയൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ പേരൊക്കെ എഴുതി കാണിക്കുന്നതല്ലേ എന്ന് വിചാരിച്ചിരിപ്പുണ്ട്. എന്നിട്ട് 2002 എന്ന് എഴുതി കാണിച്ച് ഗുജറാത്തിൽ കാണിക്കുന്നത്. അപ്പോൾ 2002 ഗുജറാത്തിൽ ഒരു കലാപ അന്തരീക്ഷം കാണിക്കുന്നുണ്ട്. 2002 ഗുജറാത്തിൽ കലാപം എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അപ്പം അതിനെപ്പറ്റി തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ആദ്യം കണ്ട ട്രെയിൻ എന്താണ്? അതൊരു ചോദ്യമല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഒരു ട്രെയിൻ പോകുന്ന ഒരു സംഭവമൊക്കെ പറയുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ ഗുജറാത്ത് കലാപം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ആ ട്രെയിനിൻ്റെ ആ ഒരു പോക്കിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ പേര് എഴുതി കാണിക്കുന്ന സന്ദർഭത്തിൽ, അതായത് ക്രൂ മെമ്പേഴ്സിൻ്റെ പേരൊക്കെ എഴുതി കാണിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കില്ല ആ സംഭവം എന്താണെന്നുള്ളത്. സിനിമ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? 2002 എന്ന് എഴുതി കാണിച്ച് നേരെ കാണിക്കുന്ന കലാപത്തിലേക്കാണ്. അപ്പോൾ അതിൻ്റെ തുടക്കം എന്നുള്ള നിലയ്ക്കുള്ള ബാന്ദ്ര തീവയ്പ്, അതായത് ഗുജറാത്ത് കലാപത്തിൻ്റെ തുടക്കം, എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്നുള്ളത് ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമാണ്. അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്യാം. അയോധ്യയിൽ നിന്ന് വന്ന തീർത്ഥാടകരുമായി വന്ന, അത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഹൈന്ദവ തീർത്ഥാടകരുമായി വന്ന ട്രെയിനിൻ്റെ 2 കമ്പാർട്ട്മെൻറ്റുകൾ മുസ്ലിങ്ങൾ തീവച്ച് നശിപ്പിക്കുകയാണ്. അതിലേതാണ്ട് 59ഓളം തീർത്ഥാടകരാണ് വെന്ത് മരിക്കുന്നത്. ഇതിൻ്റെ പകയെന്നോളമായിട്ടാണ് ഈ ഒരു ഗുജറാത്ത് കലാപം തന്നെ ഉണ്ടാകുന്നത്. ഓക്കെ, മനസ്സിലാക്കുക. ഹിന്ദുക്കൾ ആദ്യം മരിക്കുന്നു, അതിൻ്റെ പ്രതികാരം എന്നോണം എല്ലാ മുസ്ലിങ്ങളെയും കൊല്ലണം എന്ന രീതിയിലേക്ക് അവർ ആഹ്വാനത്തോടെ ഇറങ്ങുന്ന ആ ഒരു പകയിൽ നിന്നാണ് ഈ ഒരു ഗുജറാത്ത് കലാപം തന്നെ തുടങ്ങുന്നത്. സംഭവം വളരെ സിമ്പിളായി എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് അവിടെയുള്ള പക. നമ്മൾ ആ സിനിമയിൽ കാണുമ്പോഴത്തേക്കും ബജ്രംഗിയുടെ മുഖത്തുള്ള ആ ഒരു പകയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ പക എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളതിൻ്റെ കുറച്ച് ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതെന്തുകൊണ്ട് ഇത് ഹൈലൈറ്റ് ചെയ്ത് സിനിമയിൽ കാണിച്ചില്ല? എന്തുകൊണ്ട് ബാന്ദ്ര തീവയ്പ് ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റോടുകൂടി കാണിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് കണക്കാക്കാം. അല്ലെങ്കിൽ അത് മുരളി ഗോപി എന്നുള്ള ബ്രില്യൻ്റ് റൈറ്ററുടെ എഴുത്തായി നമുക്ക് കണക്കാക്കാം. ഓക്കെ, പുള്ളിക്ക് ആർക്ക് കൊട്ടണമെന്ന് തോന്നി പുള്ളി ആ രീതിയിൽ കൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സത്യം അന്വേഷിച്ച് പോകുന്നവർക്ക് ആ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഇനി എന്തിന് ഇതെടുത്തിട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സയ്യിദ് മസൂദ്, നമ്മുടെ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ, മോഹൻലാലിൻ്റെ വലം കൈയായിട്ടുള്ള പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ എങ്ങനെ ഉണ്ടായി വന്നു, പുള്ളിയുടെ ഫ്ലാഷ് ബാക്കാണ്. അപ്പോൾ അതിനെന്തിന് ഈ ഒരു സംഭവം എടുത്തിട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത്
റൈറ്റർ ബ്രില്യൻസ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ചരിത്രം അറിയാവുന്നവർക്ക് അതെന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. ഇത് സിനിമയ്ക്ക് വേണ്ടി മാത്രമായി എന്ന് കണക്കാക്കി കഴിഞ്ഞാൽ അതവിടെ തീർന്നു, അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അടുത്തുള്ള മറുചോദ്യം എന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ കേരള സ്റ്റോറി ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമായി മാത്രം കണ്ടാൽ പോരെയായിരുന്നോ? എന്തിനായിരുന്നു അതിനെതിരെ ഇത്രയും വലിയൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ? മറുചോദ്യമുണ്ട്. അപ്പോൾ അതിനൊന്നൊരു മറുപടിയില്ല. അതിനുള്ള മറുപടി നൽകേണ്ടത് നമ്മുടെ കേരള ജനത തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്നും ഇത്രയും വലിയൊരു പ്രശ്നമാക്കേണ്ട കാര്യമില്ല. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ, സംഭവങ്ങളും എല്ലാം വെച്ച് തന്നെയാണ് ഇതെല്ലാം ചെയ്തു വച്ചിട്ടുള്ളത്. BJP സംസ്ഥാന അധ്യക്ഷനായി, പുതിയ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. പുള്ളി പറഞ്ഞിട്ടുണ്ട് സിനിമ പോയി കാണുമെന്നുള്ളത്. എല്ലാ ആശംസകളും മോഹൻലാലിനും എമ്പുരാൻ ടീമിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് അണികൾ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ചരിത്രമൊന്നും ഒരിക്കലും വളച്ചൊടിക്കാനോ ഒന്നും പോകുന്നില്ല. ഇതിൽ സംഭവിച്ചിട്ടുള്ളത് ഒരു കാര്യത്തിൻ്റെ പകുതി മുതൽ വന്നിരിക്കുന്നു എന്ന് മാത്രം, തുടക്കം കാണിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് അതൊരിക്കലും അത് അവിടെ ഇല്ലാതാവുന്നില്ല. മനസ്സിലാവുന്നില്ലേ? അത് ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ ഒരു മുരളി ഗോപി എന്ന് പറയുന്ന റൈറ്ററുടെ ഒരു ബുദ്ധിയായിരിക്കാം കാണിച്ചത്. ചിലപ്പോൾ ഈ ഒരു ടീമിൻ്റെ, എമ്പുരാൻ ടീമിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സിനിമയുടെ പരാജയത്തിൻ്റെ ഒരു കാരണമായും വേണമെങ്കിൽ നമുക്ക് ഇതിനെയൊക്കെ പറയാൻ വേണം ഇനി ഭാവിയിൽ. ഓക്കെ, എന്തായാലും ഇതാണ് ഈ ഒരു സിനിമയിൽ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ടെക്നിക്കൽ വശമായിട്ടും ബാക്കി കാര്യങ്ങളിലൂടെ എല്ലാം നോക്കുമ്പോഴത്തേക്കും സിനിമ അടിപൊളിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്പെക്റ്റേഷൻ, ഞാൻ പറഞ്ഞില്ല, ഞാൻ പല ആൾക്കാരും ഞാൻ സിനിമ ഒന്ന് കണ്ട് എനിക്കിഷ്ടപ്പെട്ടു എന്ന റിവ്യൂ പറയുമ്പോഴും എൻ്റെ ഉള്ളിലും ഉണ്ട്, ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഞാൻ വിചാരിക്കുന്നതിന് ഒരു പടി മുകളിലായിരിക്കും സിനിമ എന്നാണ്. പക്ഷേ അത് എത്തിക്കാൻ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം അത്രയ്ക്കുണ്ട്, പ്രതീക്ഷകളുടെ ഭാരം അത്രയ്ക്കുണ്ടായിരുന്നു. അവിടെയാണ് പ്രശ്നം. പ്രതീക്ഷകളുടെ ഭാരം അത്രത്തോളം നിൽക്കുന്ന സമയത്ത് സിനിമയ്ക്ക് ആ ഒരു ഭാരം താങ്ങാനുള്ള കഴിവില്ലാതെ പോയി എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു സിനിമയെ നമ്മൾ എത്രയൊക്കെ ടെക്നിക്കലി അത് കിടിലമാണ്, വേറെ ലെവലാണ് എന്നൊക്കെ പറഞ്ഞിരുന്നാലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതിനനുസരിച്ച് ഉയർന്നില്ല എങ്കിൽ എല്ലാം പോയി. നമ്മൾ ജയിലർ എന്നുള്ള സിനിമ കണ്ടു. ജയിലർ അത്ര വലിയ ഒരു മാരക പടമാണോ? കാസ്റ്റിംഗ് കൊണ്ട് സൂപ്പർ താരങ്ങളെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് എന്നതിനപ്പുറം അങ്ങനത്തെ വലിയ മാരക പടമൊന്നുമല്ല. പക്ഷേ അതിൻ്റെ BGM, ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്, ഓരോ സീൻ ബൈ സീനായിട്ടുള്ള ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. മാർക്കോ വെറും വെട്ടും കുത്തും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ വെറുതെ ചുമ്മാ ഇങ്ങനെ വെട്ടി കൊലപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ അതിനും തക്കതായ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് അവർക്ക് കൊടുക്കാൻ പറ്റി, ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകാൻ പറ്റി. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളിയൊക്കെ സെറ്റാണ് കേട്ടോ. സ്റ്റീഫൻ നെടുമ്പള്ളിയൊക്കെ വേറെ ലെവലായിട്ടുണ്ട്. അത് എത്തുമ്പോഴത്തേക്കും ലാലേട്ടൻ്റെ ഒരു പ്രത്യേക ഊർജ്ജമാണ്. പുള്ളി പിന്നെ പൂണ്ടങ്ങ് വിളയാടുകയാണ്. പക്ഷേ ഖുറേഷി അബ്രാമിലേക്ക് പോകുമ്പോഴത്തേക്കും എന്തോ ലാലേട്ടൻ്റെ ആ കോട്ടൊക്കെ ഇട്ടുള്ള നിൽപ്പ് പലരും പറയുന്നുണ്ട്, അതൊക്കെ മാരക ലുക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ചില സമയത്തൊക്കെയുള്ള ആ നിൽപ്പ് കാണുമ്പോഴത്തേക്കും എനിക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ഇൻട്രോസിനൊക്കെ ഞാൻ നേരത്തെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇൻട്രോസിനൊക്കെ സൂപ്പറാണ്, വേറെ ലെവലായിട്ട് എടുത്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും അടിപൊളിയായിട്ടുണ്ട്. ദീപക് ദേവ് അതൊക്കെ സെറ്റായി ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ പുള്ളിക്ക് അതിൻ്റെ രീതിയിൽ ഉയർത്താൻ കഴിഞ്ഞില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ക്ലൈമാക്സ് ഫൈറ്റിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു തനി നാടൻ ഹിന്ദി സിനിമ അല്ലെങ്കിൽ ഒരു മലയാള സിനിമയിലേക്ക് നമ്മുടെ ഈ സിനിമ താഴ്ന്നു പോയി എന്നൊരു തോന്നൽ. കാരണം ഇത്രയും വലിയ ഇൻ്റർനാഷണൽ ലെവലിൽ ഇത്രയും വലിയ കാസ്റ്റിങ്ങോടുകൂടി വലിയൊരു ക്യാൻവാസിൽ ഉണ്ടാക്കിയ സിനിമ അവസാന നിമിഷം വന്നിട്ട് ഇടിച്ച് തോൽപ്പിക്കും എന്ന രീതിയിൽ വന്നപ്പോഴത്തേക്കും ഉള്ള ഒരു പ്രശ്നമുണ്ട്. അത് പൃഥ്വിരാജിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതല്ലായിരുന്നു. കാരണം ആ ഫൈറ്റ് സീക്വൻസൊക്കെ എന്ത് പറയാൻ, നമ്മളെ ഈ ഇലവാരി എറിഞ്ഞ് കാറ്റടിച്ച് പറത്തിച്ചുള്ള ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളുമൊക്കെ ഈ ഒരു സിനിമയിൽ വേണമായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട എന്ന് തന്നെ പറയേണ്ടി വരും. ക്ലൈമാക്സ് ഫൈറ്റൊക്കെ ആ ഒരു രീതിയിലാണ്. ഇത് നമ്മൾ സിനിമ കണ്ടിറങ്ങുമ്പോഴുള്ള ഒരു സംതൃപ്തി എന്ന് പറയുന്നില്ലേ, ആ ഒരു സംതൃപ്തി കിട്ടാത്തതിൻ്റെ മെയിൻ കാരണം ആ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ ആവാനാണ് സാധ്യത. എന്തോ ഒരു കുറവ് നമുക്ക് തോന്നും. അവിടെയാണ് സംഭവിച്ചത്. പക്ഷേ സിനിമ ടോട്ടലി നമ്മൾ നോക്കുമ്പോഴത്തേക്കും സിനിമ അത് വേറെ ലെവലിൽ ചെയ്തിട്ടുണ്ടേ. അതിന് ആവശ്യമില്ലാതെ ഡീഗ്രേഡ് ചെയ്യരുത്. കാരണം മലയാളത്തിൽ ഇനിയും ഇതിനേക്കാൾ നല്ല രീതിയിലുള്ള സിനിമകൾ വരേണ്ടതുണ്ട്. സ്ക്രിപ്റ്റിൽ പോരായ്മകൾ ഉണ്ടാവാം, അത് 3 പാർട്ടിയായിട്ട് കൊട്ടുന്നുണ്ടേ, 3 പാർട്ടിക്കും കൊട്ടുന്നുണ്ട്. അതാണ് സത്യം. ഇവിടെ ആരും നന്മ മരങ്ങളൊന്നും അല്ല, ഒരു പാർട്ടിയും ഇവിടെ വിമർശനത്തിന് അതീതരും അല്ല, എല്ലാം കണക്ക് തന്നെയാണ്.
അത് മനസ്സിലാക്കുക ആദ്യം. ഇപ്പം ഒരുത്തനെ കുറ്റം പറഞ്ഞു, ഒരുത്തനെ കുറച്ച് കൂടുതൽ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ബാക്കി രണ്ടുപേരും പുണ്യാളന്മാരൊന്നും ആവുന്നൊന്നുമില്ല. അത് മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. സിനിമ തിയേറ്ററിൽ തന്നെ കാണേണ്ട പടമാണ്. അത് കണ്ടില്ല എങ്കിൽ അതിൻ്റെ നഷ്ടം നിങ്ങൾക്കാണ്. അത്രയേ ഉള്ളൂ, അത്രയേ പറയാനുള്ളൂ. അപ്പോൾ മറ്റൊരു വിഷയമേ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.